ബർഗോസിലെ സാന്താ മരിയ കത്തീഡ്രലിൽ നിന്നും ഞങ്ങളുടെ യാത്ര സാന്റിയാഗോ ഡി കോസ്റ്റയിലുള്ള സെൻറ്റ് ജെയിംസിൻ്റെ പള്ളിയിലേക്കായിരുന്നു. ഏകദേശം 600ഓളം കിലോമീറ്ററുകളോളം ദൂരമുണ്ട് രണ്ട് പള്ളികളുടെയും ഇടയിലായിട്ട്. ഞങ്ങളങ്ങനെ ഏകദേശം ഒരു വൈകുന്നേരം സമയമായപ്പോൾ ആ സെൻറ്റ് ജെയിംസ് പള്ളിയുടെ അങ്കണത്തിൽ എത്തിച്ചേർന്നു. അവിടെ ആ ഒരു അങ്കണത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് പള്ളികളുടെ ഒരു സമുച്ചയം തന്നെ കാണുവാനായിട്ട് പറ്റും. ആ പള്ളികളിൽ നാനാ വിധത്തിലുള്ള വിശ്വാസ സമൂഹങ്ങളെയും നമുക്ക് കാണുവാനായിട്ട് പറ്റും. യൂറോപ്പിൻ്റെ തനതായ ശൈലിയിൽ ക്രമപ്പെടുത്തിയ പള്ളി, ഗോത്തിക് മോഡലിലുള്ള എല്ലാവരെയും അതിശയിപ്പിക്കുന്ന രീതിയിൽ ഉള്ള പള്ളികൾ തന്നെയായിരുന്നു ഇവിടെയും ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് വിശുദ്ധ ജെയിംസിൻ്റെ ദേവാലയം. വിശുദ്ധ ജെയിംസിനെ കുറിച്ച് അധികമായിട്ട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഈശോയുടെ സഹോദരനായിട്ടാണ് അറിയപ്പെടുന്നത്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സഹോദരിയുടെ മകനായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. യോഹന്നാൻ്റെ സഹോദരനും സൺസ് ഓഫ് തണ്ടേഴ്സ് എന്ന് പറയുന്ന രണ്ടുപേരിൽ ഒരുവനുമായിരുന്നു വിശുദ്ധ ജെയിംസ്. ഈ സ്പെയിൻ എന്ന മഹാരാജ്യത്തിൻ്റെ ഒരു പേട്രണൽ സെയിൻറ്റ് കൂടിയാണ് അദ്ദേഹം. അങ്ങനെ ഈ സ്പെയിനുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുള്ള വിശുദ്ധനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ ശവശരീരം അടക്കിയിരിക്കുന്ന പള്ളിയാണ് ഈ മുന്നിൽ കാണുന്നത്. വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വിശ്വാസിയും ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൻ്റെ 3-ാം അധ്യായം എടുത്ത് വായിക്കുകയും അതോടൊപ്പം തന്നെ വായിനെയും നാവിനെയും വാക്കിനെയും പ്രവൃത്തിയെയും ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. നമുക്കറിയാം, യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിലെ 3-ാമത്തെ അധ്യായം നാവിനെക്കുറിച്ചാണ് പറയുന്നത്. ഇത് തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രധാന പ്രാർത്ഥനയും നേർച്ചയും ഒക്കെ. എല്ലാ പള്ളികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞാൻ കണ്ടിരുന്ന ഒരു കാര്യം, ഈ പള്ളിയുടെ അൾത്താരയുടെ നേരെ മുകളിലായിട്ട് ഒരു കപ്പിയിൽ തൂക്കിയിറക്കിയിരിക്കുന്ന ഇൻസെൻസ് ബോക്സ് നമുക്ക് കാണുവാനായിട്ട് പറ്റും. കുന്തിരിക്കം പുകച്ചുകൊണ്ട് പള്ളിയുടെ, അതായത് ഒരു കുരിശ് രൂപത്തിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഈ പള്ളിയുടെ 4 ഭാഗത്തേക്കും നീങ്ങുന്ന രീതിയിൽ, അത് പരിശുദ്ധ കുർബാനയുടെ സമയത്തും മറ്റു സമയങ്ങളിലും ആവശ്യമുള്ള സമയങ്ങളിലൊക്കെ 4 വശത്തേക്കും നീങ്ങുന്ന രീതിയിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒരു ഇൻസെൻസിങ് കാണുവാനായിട്ട് പറ്റും. അതിൻ്റെ പിന്നിൽ അവർ പറയുന്ന കാര്യം, വിശുദ്ധ ജെയിംസിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി വരുന്നവർ ഈ ഒരു ഇൻസെൻസ് അവരുടെ തലയിലൂടെ കടന്നു പോകുന്നതനുസരിച്ച് ശുദ്ധീകരിക്കപ്പെടുമെന്നും അവരിലുള്ള ബാധകളൊക്കെയും ഒഴിയുമെന്നും ഒക്കെയാണ്. ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഇൻസെൻസ് ബോക്സ്. ഇത് നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് കാണുവാൻ പറ്റും. ഒരു വലിയ കപ്പിയിലാണ് ഇത് തൂക്കിയിട്ടിരിക്കുന്നത്. 4 ഭാഗത്തേക്കും പോകത്തക്ക രീതിയിലാണ് ഈ കപ്പി ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നതും. ഈ മുന്നിൽ കാണുന്നതാണ് പ്രധാന അൾത്താര. ഈ പ്രധാന അൾത്താരയുടെ പിന്നിൽ കാണുന്ന വെള്ളി രൂപത്തിലുള്ള ഒരു ഭാഗമുണ്ട്. അവിടെ വിശുദ്ധ ജെയിംസിൻ്റെ ഒരു സ്റ്റാച്ചുവും കാണാം. അതിൻ്റെ താഴെയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ശവകുടീരം നിലകൊള്ളുന്നത്. ഏകദേശം നമ്മൾ താജ്മഹലിലൊക്കെ കാണുന്നത് പോലെ മുംതാസ് മഹലിൻ്റെ ശവകുടീരം നമ്മൾ കാണികൾ കാണുന്നതിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് നിലകൊള്ളുന്നത്. ഒരു ഗുഹ പോലെയുള്ള സ്ഥലത്താണ് നിലകൊള്ളുന്നത് എന്നുള്ളതാണ് ഒരു യഥാർത്ഥ സത്യം. അതുപോലെ തന്നെയാണ് ഇവിടെയും വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ നമ്മൾ ഇവിടെ നിന്ന് കാണുന്ന ആ രീതിയിലുള്ള ശവകുടീരമല്ല യഥാർത്ഥ ശവകുടീരം. അതിന് താഴെ ഒരു ഗുഹയിലാണ് ഈ ശവകുടീരം നിലകൊള്ളുന്നത്. ആ ഗുഹയിലേക്ക് പോകുവാനായിട്ട് നമുക്ക് പറ്റും, അവിടെ പ്രാർത്ഥിക്കുവാനും പറ്റും. പക്ഷേ അവിടെ വീഡിയോ എടുക്കുന്നത് അനുവദനീയമല്ല. ഇത് നമ്മളിപ്പോൾ കാണുന്ന ആ ഒരു അൾത്താരയുടെ താഴെ തന്നെയാണ് ഈ കുടീരം നിലകൊള്ളുന്നത്. യൂറോപ്യൻ പള്ളികളുടെ മറ്റ് ഒരു പ്രത്യേകത ഞാൻ കണ്ടിരുന്നത്, വളരെ പണ്ട് ഇന്ന് കാലഹരണം ചെയ്തു പോയ പള്ളി ഓർഗൻസ്, അതായത് ഇലക്ട്രിക് സഹായമില്ലാതെ വർക്ക് ചെയ്യുന്ന ഓർഗൻസൊക്കെ നമുക്കവിടെ കാണുവാനായിട്ട് പറ്റും. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഞാൻ പറഞ്ഞ നമുക്ക് കാണുവാൻ പറ്റുന്ന രൂപത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ശവകുടീരം. എന്നാൽ ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ടാണ് യഥാർത്ഥ
ശവകുടീരം നിലകൊള്ളുന്നത്. എല്ലാ യൂറോപ്യൻ പള്ളികളിലും ഉള്ളതുപോലെ തന്നെ ഒത്തിരി ചെറിയ ചെറിയ പള്ളികൾ ഈ വലിയ പള്ളികളുടെ ഉള്ളിലുമുണ്ട്. അത്തരത്തിലുള്ള ഒരു പള്ളിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഒരു കപ്പേള രൂപത്തിലുള്ളതും എന്നാൽ ഏകദേശം 50 മുതൽ 100 പേർക്ക് ഇരുന്ന് കുർബാന അർപ്പിക്കുവാൻ പറ്റുന്നതുമായിട്ടുള്ള സഹപള്ളികൾ അഥവാ കൊച്ചു കൊച്ചു പള്ളികൾ വലിയ പള്ളിയുടെ ഉള്ളിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് പറ്റും. അതിൻ്റെ പല രൂപങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരുന്നതും. സാന്റിയാഗോ ഡി കോസ്റ്റായിലെ ഈ പള്ളി ഒരു കത്തീഡ്രൽ പള്ളിയാണ്. ഈ പള്ളിയുടെ തുടക്കം, ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് ആരംഭിച്ചത് 1075 കാലഘട്ടങ്ങളിലും ഇതിൻ്റെ വർക്ക് പൂർണ്ണമായിട്ടും അവസാനിച്ചത് 1211 കാലഘട്ടങ്ങളിലുമാണ്. യൂറോപ്യൻ പള്ളി പാരമ്പര്യങ്ങളുടെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് 11, 12, 13, 14 നൂറ്റാണ്ടുകളൊക്കെയാണ്. ഈ കാലഘട്ടങ്ങളിൽ തന്നെയാണ് പ്രധാനപ്പെട്ട വിശുദ്ധന്മാരും ജീവിച്ചിരുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി, വിശുദ്ധ ആൻ്റണി ഓഫ് പാദുവ പോലെയുള്ള വലിയ വിശുദ്ധന്മാരും അതോടൊപ്പം തന്നെ വിശുദ്ധ ഡൊമിനിക് അതുപോലെയുള്ള പ്രമുഖരായിട്ടുള്ള വിശുദ്ധന്മാരൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളും ഇത് തന്നെയായിരുന്നു. ഇതോടൊപ്പം തന്നെയാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയോട് ഈശോ പറഞ്ഞ കാര്യമുണ്ടല്ലോ, നീ എൻ്റെ പള്ളി സ്ഥാപിക്കുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു അതിൻ്റെ എല്ലാം ഒരു പൂർത്തീകരണം പോലെയാണ് ഈ യൂറോപ്യൻ മേഖലകളിലുള്ള ഇത്രയും അതിഗംഭീരമായിട്ടുള്ള ഏകദേശം വേൾഡ് വണ്ടേഴ്സിനെയും അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള പള്ളികളൊക്കെ സ്ഥാപിക്കപ്പെട്ടത്. അതുപോലെ തന്നെ എല്ലാ യൂറോപ്യൻ പള്ളികളെ പോലെ തന്നെയും ഈ പള്ളിയിലും കുറേ ഭാഗം ആരാധനയ്ക്കായിട്ട് ഉപയോഗിക്കുകയും അതിലേറെ ഭാഗം മ്യൂസിയമായിട്ട് ഉപയോഗിക്കുകയും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ പള്ളിയിൽ തന്നെ മ്യൂസിയം എന്നുള്ള രീതിയിൽ ഇവർ ഒന്നും ചെയ്തിട്ടില്ല. ഇതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് പള്ളിയുടെ മറുഭാഗത്തായിട്ട് മാത്രമാണ് ഇവിടെ മ്യൂസിയമൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഈ പള്ളിയിലും കൂടുതലായിട്ട് ഞാൻ കണ്ടുവരുന്നത് ആരാധനയ്ക്ക് വരുന്നതിനേക്കാൾ ഉപരിയായിട്ട് പള്ളിയുടെ ആ ഒരു ഭംഗി ആസ്വദിക്കുവാൻ വേണ്ടി വരുന്ന തീർത്ഥാടകരെയാണ് ഞാനിവിടെ കണ്ടുമുട്ടിയത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്തിയേക്കാൾ ഉപരിയായിട്ട് ഇതിൻ്റെ ആർക്കിടെക്ചറിനെ കണ്ട് ആസ്വദിക്കുന്ന രീതിയിൽ വരുന്നവർ. നമുക്ക് അതിൽ നിന്ന് ഒരു മാറ്റം ആവശ്യമാണ്. ഈ പള്ളികളൊക്കെ ഇതിൻ്റേതായിട്ടുള്ള ഭംഗിയിലൊക്കെ യാക്കോബ് ശ്ലീഹായെ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശവകുടീരം സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഒത്തിരി ഭാഗങ്ങൾ നമുക്ക് ഷൂട്ടിങ്ങിന് പോസിബിൾ അല്ല എങ്കിൽ തന്നെയും കുറേ ഭാഗങ്ങളൊക്കെ പെർമിറ്റഡ് ആണ്. അതുപോലെയുള്ള ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുകയാണിപ്പോൾ. ഒരു ഗുഹ പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം, ഒരു അണ്ടർഗ്രൗണ്ട് ഏരിയയാണ്. ആ ഒരു ഭാഗത്തായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ശവകുടീരം നിലകൊള്ളുന്നത്. എൻ്റെ മുന്നിൽ കാണുന്ന ഈ ഒരു വെള്ളി രൂപത്തിലുള്ള ഒരു പെട്ടിയിൽ വെച്ചിരിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ശവകുടീരം എന്ന് വിശ്വസിക്കുന്നു. അതിന് ശേഷമുള്ള കുറേ ഭാഗങ്ങൾ, പൂർണ്ണമായിട്ടും ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇതിലില്ല എന്നും പറയപ്പെടുന്നുണ്ട്. ഈ പള്ളി നിലകൊള്ളുന്നത് ഒരു 4 കെട്ട് പോലെയുള്ള സ്ഥലത്താണ്. ഒരു ഭാഗത്ത് വലിയ ഒരു പള്ളിയുടെ സമുച്ചയം, മറ്റൊരു ഭാഗത്ത് പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് സ്ഥാപനങ്ങൾ, അതിൽ മ്യൂസിയവും മറ്റു കാര്യങ്ങളുമൊക്കെയുണ്ട്. ഇതാ ഞാൻ ഒരിക്കൽ കൂടി വിശുദ്ധ ജെയിംസിൻ്റെ അല്ലെങ്കിൽ ഈശോയുടെ സഹോദരനായിരിക്കുന്ന വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ആ ശവകുടീരത്തിൻ്റെ മുകൾ ഭാഗത്തുള്ള അൾത്താരയാണ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു നൽകിയിരിക്കുന്നത്. വിശുദ്ധ ജെയിംസിനെ പരിശുദ്ധമായിട്ടുള്ള ബൈബിളിൽ പല രീതിയിലാണ് പറയപ്പെടുന്നത്. ഈശോയുടെ സഹോദരൻ, യോഹന്നാൻ്റെ സഹോദരൻ, ജെയിംസ് ദ ഗ്രേറ്റ്, ജെയിംസ് ദ ഗ്രേറ്റസ്റ്റ്, സബദിയുടെ പുത്രന്മാരിൽ ഒരുവൻ, അങ്ങനെ പല പേരുകളിലും. അതുപോലെ തന്നെ സ്പെയിനിൻ്റെ നേതൃത്വം വഹിക്കുന്ന വിശുദ്ധൻ അഥവാ സ്പെയിനിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാധ്യസ്ഥം വഹിക്കുന്ന വിശുദ്ധൻ എന്ന പേരിലൊക്കെയാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഞാൻ പള്ളിയിൽ നിന്ന് താഴെ ഇറങ്ങിയപ്പോൾ ആ പള്ളിക്ക് ചുറ്റുമുള്ള മറ്റു പള്ളികളുടെ ഒരു വ്യൂ നിങ്ങൾക്ക് കാണിച്ച് തരുവാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുത്തത്. അതിനോടൊപ്പം തന്നെ ഇതാ ഒരു സ്ത്രീ അവിടെ ബെഗ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ പട്ടികളുടെ വിൽപ്പനകൾ നടക്കുന്നു. മറ്റൊരു വശത്ത് ഞാൻ ആദ്യമേ തന്നെ വീഡിയോ എടുത്തപ്പോൾ ഒരു വ്യക്തി അവിടെ പാട്ടൊക്കെ പാടിയിട്ട് ബെഗ് ചെയ്യുന്നത് കാണിച്ചു തന്നു. ആ ഒരു വശത്ത് തന്നെ തിരിച്ചു പോകുമ്പോൾ അതാ മറ്റൊരു ലേഡി അവിടെ ബെഗ് ചെയ്യുന്നതൊക്കെ കാണുവാനായിട്ട് പറ്റും. ഈ ബെഗ്ഗിങ് അത്
ഇപ്പോഴത്തെ ഈ ഒരു മോഡേൺ യൂറോപ്പിലെ എല്ലാ വശങ്ങളിലും നമുക്ക് കാണുവാൻ പറ്റും. ഒരു സ്ത്രീ അവിടെ പാട്ടൊക്കെ പാടിയിട്ട് ബെഗ് ചെയ്യുകയാണ്. ഇതിൻ്റെ ഒരു സങ്കടപ്പെടുത്തുന്ന കാര്യമെന്ന് പറയുന്നത് ഇതിൽ യൂറോപ്യൻ പങ്കുകൾ വളരെ കുറവാണ്. ഒരു സ്ത്രീ ഇവിടെ ഇരുന്ന് ബെഗ് ചെയ്യുന്നുണ്ട് എല്ലായിടങ്ങളിലും. പിന്നെ ഇവിടെയുള്ള ബെഗേഴ്സിനെയൊക്കെ നമ്മൾ കാണുമ്പോൾ ഇത്തിരി പോളിഷ്ഡ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് ഒരു കീറിയ വസ്ത്രമോ അല്ലെങ്കിൽ വെട്ടിയ കൈകളോ അല്ലെങ്കിൽ പൊട്ടിയ കാലുകളോ ഒന്നും കാണാനായിട്ട് പറ്റുകയില്ല. കാണുമ്പോൾ ആ ഒരു വെള്ള സ്കിന്നൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കത് ബെഗേഴ്സ് ആണെന്ന് തോന്നുകയുമില്ല. പക്ഷേ കാര്യം എന്തൊക്കെ പറഞ്ഞാലും കാര്യം ബെഗ്ഗിങ് തന്നെയാണ്. ഇത് യൂറോപ്യൻ നാടുകളിലേക്ക് കടന്നു വരുന്ന മറ്റു വ്യക്തികളാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇവിടെയുള്ള ലോക്കൽസോ അല്ലെങ്കിൽ ഇവിടെയുള്ളവരോ അതിന് പങ്കില്ല. മറ്റ് രാജ്യങ്ങളിൽ നിന്നും യൂറോപ്പിലേക്ക് അനധികൃതമായിട്ട് വന്നവരോ അല്ലെങ്കിൽ അനുബന്ധമായിട്ടുള്ള ഏതെങ്കിലും ഇൻറ്റൻഷനോട് കൂടിയുള്ളവരോ ഒക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു സമ്പ്രദായം ഇവിടെ നിന്ന് മാറ്റിയില്ല എങ്കിൽ അത് യൂറോപ്പ് എന്ന് പറയുന്ന ആ ഒരു കോണ്ടിനെൻറ്റിനെ ഫേസിനെ തന്നെ അത് ബാധിക്കുവാൻ സാധ്യതയുണ്ട്. ഞാൻ പലപ്പോഴായിട്ട് പല ഗ്രൂപ്പുകളുടെ ആ ഒരു ഫോക്കസിങ് ഇവിടെ കാണിച്ചിരുന്നു. ഈ ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരു ടൂറ് ഇപ്പോൾ ഇവിടെ ഒത്തിരി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിനെയൊക്കെ യൂറോപ്യൻ യൂണിയനൊക്കെ ഒത്തിരി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പള്ളിയിലേക്ക് വരുവാനായിട്ട്. ചൈനക്കാർ ഉൾപ്പെടെയുള്ളവരൊക്കെ ഗ്രൂപ്പായിട്ട് വരുന്നവരുണ്ട്. അതിൽ യങ്സ്റ്റേഴ്സായിട്ടുള്ളവരുണ്ട്, മുതിർന്നവരുണ്ട്, എല്ലാ വ്യക്തികളുമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കൂടുതലായിട്ട് ടൂറിസത്തിനൂടെ വരുന്നവരിൽ ഏഷ്യക്കാർ ഒത്തിരി പേരുണ്ട്. അതുപോലെ തന്നെ മറ്റേ സിംഗപ്പൂരിൽ നിന്നുള്ളവരുണ്ട്, ഇന്തോനേഷ്യയിൽ നിന്ന് വരുന്നവരുണ്ട്. പിന്നെ യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് വരുന്നവരെയൊക്കെ ഈ ഒരു തീർത്ഥാടനത്തിനിടയിൽ കാണുവാനായിട്ട് സാധിച്ചു. എന്നിരുന്നാൽ തന്നെയും വിശ്വാസ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പിൽഗ്രിമേജ് ഇവിടെ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും യൂറോപ്പിൻ്റെ ഒരു സർവൈവൽ അല്ലെങ്കിൽ ഒരു റിനൈസൻസ് നമുക്ക് ഒന്നുകൂടി കാണുവാനായിട്ട് പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഇന്നുമുണ്ട്. നമുക്ക് ഓരോ സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കൂട്ടമായിട്ട് പള്ളിയിലേക്ക് പോകുന്ന ആളുകളെ കാണുമ്പോഴും മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷവും തോന്നുന്നുണ്ട്. ഇവരെല്ലാവരും നല്ല വിശ്വാസികളായിട്ട് വളരട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. സഭയുടെ ആ ഒരു ലെഗസി ഈശോ തുടങ്ങി വച്ച ഈ ജെയിംസ് ഉൾപ്പെടെയുള്ള വിശുദ്ധ യാക്കോബ് ഉൾപ്പെടെയുള്ള അവരുടെ രക്തസാക്ഷിത്വത്തിൽ തുടങ്ങിവെച്ച സഭ എന്നും മുന്നോട്ട് പോകട്ടെ എന്ന് വിശ്വസിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി നമ്മുടേതായിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ നമ്മുടെ കൊച്ചു കോൺട്രിബ്യൂഷൻസ്, അതായത് നമ്മുടെ ത്യാഗം കൊണ്ടുള്ള, പരിത്യാഗം കൊണ്ടുള്ള, വിശ്വാസം കൊണ്ടുള്ള കോൺട്രിബ്യൂഷൻസ് എല്ലാം നമുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഞങ്ങൾ ഹോട്ടലിലേക്ക് തിരിച്ചെത്തി. ശക്തമായ മഴയാണ്. ആ മഴ ഇപ്പോഴും തുടർന്നു കൊണ്ടേയിരിക്കുന്നു.